അപ്പോ ആ സ്ഥാനാർത്ഥിയുടെ ഒരു കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രയാസം കൊണ്ട് ഒരു വോട്ട് പോകരുതെന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇനിയിപ്പോ ഒരു വേറൊരു സ്ഥാനാർത്ഥിനെ തീരുമാനിക്കപ്പെടുമ്പോഴും ആ സ്ഥാനാർത്ഥിക്കും ചില പരിമിതികളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അപ്പോ ഇപ്പൊ എന്താ പറയുന്നത്, അൻവർ അധിക പ്രസംഗിയാണ്. ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത്? സ്ഥാനാർത്ഥിയെ തീരുമാനിക്കപ്പെടുന്നത് വരെ എന്റെ ധാരണ എന്താ, പൊതുസമൂഹത്തിന്റെ ധാരണ എന്താ? UDF-ന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും, മോശം ഉണ്ടാവില്ല. ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട്, നിങ്ങൾ ചോദിച്ചു ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചല്ലോ സ്ഥാനാർത്ഥിയായിട്ട്, എന്താ നിങ്ങളുടെ അഭിപ്രായം? എനിക്ക് വ്യക്തിപരമായ വ്യത്യാസം ഉണ്ട്, അത് ഞാൻ പറഞ്ഞു. അതെന്റെ വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസം, അതില്ലാന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എനിക്ക് വളച്ചു പറയാനും തിരിച്ചു പറയാനും ഒന്നും സാധിക്കില്ല. ഇനിയിപ്പോ ഒരു വടിയാണ് അവിടെ UDF നിർത്തിയിട്ടുള്ളത്. ആ UDF-ന്റെ ഭാഗമാണെങ്കിൽ എനിക്കെന്താ പ്രയാസം? ആ UDF-ന്റെ ഭാഗമായി അതിനോടൊപ്പം നിൽക്കാൻ. ഇവിടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരു 25,000-30,000 വോട്ടിനോട് ജയിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അതിന് ഉതകുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തണം.